കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കേന്ദ്ര BJP നേതൃത്വം അവരവകാശപ്പെടുന്നത് 6 മണ്ഡലങ്ങളാണ് എ ക്ലാസ് മണ്ഡലമെന്ന്. പക്ഷേ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി അവിടം എ ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്തു. ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള കടുത്ത മത്സരം. കോൺഗ്രസിലെ ദേശീയ നേതൃത്വം KC വേണുഗോപാലിനെ ഇറക്കിയതോടുകൂടി മണ്ഡലം അവർക്ക് തിരിച്ചു പിടിക്കണമെന്നുള്ള വാശി. ഇതിനിടയിലാണ് ചില സ്വതന്ത്രന്മാരും മത്സരിക്കുന്നത്. സേവ് കേരള ഫോറത്തിൽ നിന്ന് KM ഷാജഹാൻ മത്സരിക്കുകയാണ്. KM ഷാജഹാനെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു, ഇടതുപക്ഷക്കാരൻ തന്നെയാണ്, VSൻ്റെ ഉറ്റ അനുയായിയായിരുന്നു. പക്ഷേ നമുക്കറിയാം CPMനകത്ത് പിണറായിയെ പോലുള്ളവരുടെ തൻ പ്രമാണിത്വത്തിൽ പലരും പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. എത്രയോ പേര്. അപ്പോൾ നമ്മൾ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ, അതുപോലെ തന്നെ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, പിയേഴ്സൺ, ഇങ്ങനെ നിരവധി പേർ. അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് KM ഷാജഹാനും. പക്ഷേ ഷാജഹാന് ഉള്ളിൽ ഇപ്പോഴും ഒരു ഇടതുപക്ഷമാണ് നിൽക്കുന്നത്. ആ ഇടതുപക്ഷം മനസ്സിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആലപ്പുഴയിൽ സേവ് കേരള ഫോറത്തിൻ്റെ ബാനറിൽ മത്സരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ഓട്ടോറിക്ഷയാണ് ചിഹ്നം. പക്ഷേ KM ഷാജഹാൻ അവിടെ പല വെല്ലുവിളിയും നേരിടുന്നുണ്ട്. വടകരയിലെ 2009 RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് TP ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് 22,000-ലധികം വോട്ട് RMP നേടിക്കഴിഞ്ഞപ്പോഴാണ് അത് CPMൻ്റെ വോട്ടാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ TP ചന്ദ്രശേഖരനോട് CPMന് ഒടുങ്ങാത്ത പകയായി. ആ പകയാണ് പിന്നീട് 51 വെട്ടിൽ കലാശിച്ചത്. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് KM ഷാജഹാൻ. KM ഷാജഹാനും ഇപ്പോൾ ഒരു അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. TP ചന്ദ്രശേഖരനെ നോട്ടമിട്ടതുപോലെ തന്നെയും നോട്ടമിട്ടിട്ടുണ്ട് CPM നേതൃത്വം എന്നാണ് കരുതുന്നത്. അത്തരത്തിലാണ് പിന്നാമ്പുറ വർത്തമാനം കേൾക്കുന്നതും. അന്ന് വടകരയിൽ TP ചന്ദ്രശേഖരൻ പാർട്ടിയുടെ നോട്ടപ്പുള്ളിയായപ്പോൾ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരനോട് പറഞ്ഞതാണ്, സൂക്ഷിക്കണം, പാർട്ടി നോട്ടമിട്ടിട്ടുണ്ട് എന്ന്. അന്ന് TP ചന്ദ്രശേഖരൻ പറഞ്ഞത് CPM നോട്ടമിട്ട് കഴിഞ്ഞാൽ, അന്ന് TP ചന്ദ്രശേഖരൻ രാത്രിയും പകലും ഒക്കെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ TP ചന്ദ്രശേഖരൻ VSനോട് കൊടുത്ത മറുപടി ഇതാണ്, CPM നോട്ടമിട്ടാൽ ഇനിയും ബൈക്കിലല്ല, ഇനി വിമാനത്തിൽ യാത്ര ചെയ്താൽ പോലും CPM നോട്ടമിട്ടാൽ ആ നോട്ടം ഫലവത്താക്കി മാറ്റും എന്ന്. അതുപോലെ ഇപ്പോൾ KM ഷാജഹാനും അത്തരത്തിൽ ഒരു ഭീതിയുടെ നിഴലിലാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിൽക്കുന്നത്. അദ്ദേഹം വലിയൊരു അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. കാരണം പാർട്ടിക്ക് വലിയ ഒരു വെല്ലുവിളി തന്നെ ഉയർത്തുകയാണ്. അദ്ദേഹത്തെ അറിയുന്നവർ, അദ്ദേഹത്തിനോട് ഇടതുപക്ഷത്തിൻ്റെതായ ഒരു മനസ്സോടുകൂടി നിൽക്കുമ്പോൾ ആ വോട്ട് മുഴുവൻ KM ഷാജഹാനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ആരിഫിൻ്റെ വോട്ടിലുണ്ടാകുന്ന ചോർച്ചയായിരിക്കും. അതുകൊണ്ട് KM ഷാജഹാൻ വടകരയിൽ നിന്നിപ്പോൾ ഇനിയും CPMൻ്റെ ആ വൈരാഗ്യം മുഴുവൻ ആലപ്പുഴയിലേക്ക് വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ TPയെ 51 വെട്ടുവെട്ടി. അതുപോലെ KM ഷാജഹാനും ഇപ്പോൾ ഭയപ്പെടുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായത്തിൽ 14 ഗൂഢാലോചനകൾ TP ചന്ദ്രശേഖരനെതിരെ ഉള്ളതിൽ രണ്ടാമത്തെ ഗൂഢാലോചന പറഞ്ഞത് TP ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയ്ക്ക് ഒരു കാരണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഞാനും ആലപ്പുഴയിൽ നിൽക്കുന്നത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം എന്താ, 2019 CPM ആകെ ജയിച്ച ഒരു മണ്ഡലം ആലപ്പുഴയാണ്.
ആ ആലപ്പുഴയിൽ ഞാൻ നിർണായകമായിട്ടുള്ള ശക്തിയാവുന്നു എന്ന് പറയുമ്പോൾ അതിൽ പതിയിരിക്കുന്ന അപകടത്തിൻ്റെ തീവ്രത വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ക്രൂട്ടിനിക്ക് അവിടെ ചെല്ലുമ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ മോൻ കടന്നിൽ കുത്തിയ പോലെയാണ് ഇരിക്കുന്നത്. ആകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ VS-നെ പൊക്കിയിട്ട് ഞങ്ങളെ താഴ്ത്തുകയാണല്ലേ. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ എൻ്റെ പ്രചരണ വാഹനത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ച വാക്കെന്താണ്? കത്തിച്ച് കളയും എന്നാണ്. കത്തിച്ച് കളയും. ഞാൻ വയലാറിൽ പോയി പ്രസംഗിച്ചു. അവിടെ 50 വയസ്സിന് മുകളിലുള്ള ഒരു 100-300 പേരെൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഒരു 1.25 മണിക്കൂർ വളരെ വൈകാരികവും വികാരസാന്ദ്രവുമായിട്ടാണ് ഞാനവിടെ പ്രസംഗിച്ചത്. ഞാനവിടെ പറഞ്ഞത്, കത്തിക്കുകയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുക, എന്നെ ഇനി എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള മറുപടി കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിക്കും എന്ന് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം VS-ൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള പുന്നപ്പറയിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ VS-നെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ വളരെ സങ്കീർണമാണ് സാഹചര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ TP ചന്ദ്രശേഖരനെ അന്ന് കൈകാര്യം ചെയ്ത പോലെ എന്നെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല.